നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര മുളിയങ്ങൽ വാലിക്കോട് കനാൽ റോഡിലെ അണ്ടർ ടണൽ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാവുന്നു. നിരവധി തവണ പഞ്ചായത്തിനും ഇറിഗേഷൻ വകുപ്പിനും പരാതി നൽകിയെങ്കിലും സുരക്ഷയൊരുക്കാൻ നടപടി സ്വീകരിച്ചില്ലെന്ന് സമതാ റെസിഡൻസ് അസോസിയേഷൻ പരാതിപ്പെട്ടു. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ കൂടി കടന്നുപോകുന്ന മുളിയങ്ങൽ വാലിക്കോട് കനാൽ റോഡിൽ ചിരണം കണ്ടിത്താഴ റോഡ് ജംഗ്ഷനിൽ അണ്ടർ ടണൽ അപകട ഭീഷണിയിൽ. ഇതുവഴി പോകുന്ന വാഹനങ്ങളും കാൽനട യാത്രക്കാരും സൈഡ് കൊടുക്കുമ്പോൾ 8 മീറ്ററോളം താഴ്ചയിലേക്ക് വീഴും. നിരവധി പേർ ഇവിടെ വീണതായി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഏകദേശം 10-45 വർഷത്തോളമായി കനാൽ ഇതിൽ കടന്നുപോയിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ മുറവിളി കൂട്ടിയിട്ട് ഇപ്പം തുടർച്ചയായി പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പം പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഇറിഗേഷൻ അനുമതി ഇല്ല എന്നാണ് ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇറിഗേഷൻ അനുമതി മേടിച്ചത്. ഇറിഗേഷൻ അനുമതി മേടിച്ച് പഞ്ചായത്തായിട്ട് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഫണ്ടില്ല എന്നും ബോർഡ് പാസ്സാക്കണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിത്യേന നൂറുകണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന മുളിയങ്ങൽ വാലിക്കോട് കനാൽ റോഡിൻ്റെ ഈ സൈഡ് ഭാഗത്ത് ഞങ്ങളെ കുന്നിൻ പ്രദേശത്തേക്ക് പോകുന്ന 10-50ഓളം വീട്ടുകാരുണ്ട്. ഈ കലിങ്കിൻ്റെ ഈ ഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു കഴിഞ്ഞ വർഷം 2 ഇലക്ട്രിസിറ്റി ജീവനക്കാർ സഞ്ചരിച്ച ബൈക്ക് ഈ കുഴിയിലേക്ക് മറിഞ്ഞു വീണ് കുഴിയിനകത്ത് എത്തിയിട്ടില്ല. മരത്തിൻ്റെ മുകളിൽ കുടുങ്ങിക്കിടന്നതിനാൽ വലിയൊരു ദുരന്തമാണ് അന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ വീഴാറുണ്ട്. പക്ഷേ താഴെയല്ല, കുറച്ച് മൺതിട്ടയുടെ മുകളിൽ പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെടുകയാണ്. പലപ്പോഴും പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇതിനൊരു നടപടി സ്വീകരിക്കുന്നില്ല. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് ഇതിന് വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സമതാ റെസിഡൻസ് അസോസിയേഷനും അതുപോലെ നാട്ടുകാരായ ചേനോളി നിവാസികളും പലപ്പോഴുമായിട്ട് ഇങ്ങനെ അധികാരികളോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത്രയും ബുദ്ധിമുട്ടോടുകൂടി സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കാര്യം പഞ്ചായത്ത് അധികൃതരെ അറിയിക്കും. ഇതേ അവസ്ഥയിലാണ് മായഞ്ചേരി പൊയിൽ റോഡ് ജംഗ്ഷനിലെയും അവസ്ഥ. കാടുമൂടിക്കിടക്കുന്ന ഇവിടെ വലിയൊരു അപകട കുഴിയാണ് ഉള്ളത്. രാത്രിയിൽ വരുന്ന കാൽനട യാത്രക്കാരും വാഹനങ്ങളും അപകടത്തിൽപ്പെടാൻ ഏറെ സാധ്യതയുണ്ടെന്ന് ഡ്രൈവർമാരും പറയുന്നു. ചേനോളി സ്ഥലമാണിത്. മുളിയങ്ങളിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അടുത്തുള്ള കനാലിന് വളരെ അപകടകരമായ കനാൽ വക്കിലൂടെ വണ്ടി പോകുമ്പോൾ വളരെ പേടിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇത് പല പ്രാവശ്യം അധികാരികളോട് പറഞ്ഞിട്ടും ഇതുവരെ വേണ്ടി ഒരു നടപടി എടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടി ഒരു നടപടി എടുക്കുവാൻ ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം സർക്കാരിൽ നിന്നും ഉണ്ടാവണമെന്ന് ഞങ്ങളുടെ ആവശ്യം. ഇരുചക്ര വാഹനവുമായി നിരവധി പേർ ഈ കുഴിയിൽ വീണ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്തിലും ഇറിഗേഷനിലും നിരന്തരം പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു സേഫ്റ്റി പില്ലർ സ്ഥാപിച്ച് യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും ഭീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പഞ്ചായത്ത് 12-ാം വാർഡിൻ്റെയും 4-ാം വാർഡിൻ്റെയും എല്ലാം മധ്യയായി വരുന്ന അണ്ടർ ടൺ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു 10-40 വർഷക്കാലമായി ഇതിലെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഈ അണ്ടർ ടൺ. അത് 8 മീറ്ററിലധികം വരുന്ന ആഴമുള്ള ഈ പ്രദേശത്ത് പല പ്രാവശ്യമായിട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾ തന്നെ ഇതിനകത്തേക്ക് ചെന്ന് പതിക്കുമ്പോൾ കാടും അതുപോലെ തന്നെ മരക്കുറ്റികളെല്ലാം തന്നെ തട്ടി നിന്ന ഒരവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ ചേനോളി സ്കൂളിലേക്ക് ഒരുപാട് ചെറിയ മക്കൾ 4-ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് ചേനോളി LP സ്കൂളുള്ളത്. ആ സ്കൂളിലേക്ക് വളരെയധികം ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇതിലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിലെ കടന്നു പോകുന്ന ഓരോത്തുകൂടി കടന്നു പോകുന്ന എത്രയോ വാഹനങ്ങൾ വളരെ പ്രയാസങ്ങളോടുകൂടി എപ്പോഴും ഇതിനകത്തേക്ക് പതിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. മാത്രവുമല്ല, ഈ കനാലിൻ്റെ വീതി ഒരുപാട് കാലമായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ ഇതിലെ സഞ്ചരിക്കുമ്പോൾ ഒട്ടേറെ പ്രയാസങ്ങളും അതുപോലെ തന്നെ ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷവുമാണ് ഇവിടെ നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നത്. നിരവധി 2 വർഷത്തോളമായി പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും ഇതിന് വേണ്ടപ്പെട്ട നടപടി സ്വീകരിക്കണമെന്ന് സ്നേഹബുദ്ധി അപേക്ഷിക്കുകയും ചെയ്യുന്നൊരവസ്ഥ റെസിഡൻസ് ഉൾപ്പെടെ ഈ പ്രദേശത്തെ സാമൂഹ്യ സംഘടനകൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാളിന്ന് വരെയായിട്ട് ഈ അപകടമുണ്ടാകുന്ന ഈ അവസ്ഥയെക്കുറിച്ച് ഒരു നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ തുടങ്ങണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.
ഇനിയൊരു വൻ ദുരന്തം ഉണ്ടാവുന്നതിന് മുൻപ് ഇവിടെ സുരക്ഷയൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ അണ്ടർ ടണലിന് ഒരു കൈവരി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ജില്ലാ കളക്ടർക്കും പഞ്ചായത്തിന് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ പഞ്ചായത്തിനോട് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതിൽ ഇതിനുവേണ്ടി ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ യാതൊരുവിധ നടപടികളും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.